അതെ, ദേ നോക്കിക്കേ, ഇത് കുറച്ച് ഗോട്ടാണേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ മട്ടൻ കറി കാണിച്ചു തരാം. ഇത് 2 കിലോ അടുപ്പിച്ച് മട്ടൺ ഉണ്ട്. മട്ടൺ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാൻ പോവാണേ. ഒരു 70-80% വേവിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്, ഒരു 12 ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് കീറിയത്, ഒരു 2.5-3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്ത് അതും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 3.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ റെസിപ്പിയിലേക്ക് നമ്മൾ തക്കാളി ചേർക്കത്തില്ല കേട്ടോ. ഇതേ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. മട്ടൺ ആ വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. മട്ടൺ ഇപ്പൊ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില തൂവിയിട്ട് അടച്ചു വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യും. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം. മല്ലിയില ഓപ്ഷനിലാ കേട്ടോ. ഇതേ നമ്മുടെ മട്ടൻ കറി നോക്കിക്കേ. ഈ മട്ടൻ കറിയുടെ കൂടെ കഴിക്കാൻ ഞാനൊരു പാലപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇത് അപ്പത്തിന് ബെസ്റ്റ് കോമ്പിനേഷനായി, പൊറോട്ടയ്ക്കും ബെസ്റ്റാ കേട്ടോ.